നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ക്രൈം ത്രില്ലർ സിനിമയാണ്. നമ്മൾ ഒരുപാട് ക്രൈം സിനിമകൾ കണ്ടിട്ടുണ്ടാകും. അതിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതും അതിനോടനുബന്ധിച്ച് പോലീസും ഫോറൻസിക് ടീമും എല്ലാം വന്ന് തെളിവുകൾ ശേഖരിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഫോറൻസിക്കും പോലീസും എല്ലാം തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം പിന്നെ അവിടെ എന്താണ് നടക്കുന്നത്? ആ ക്രൈം സീനെല്ലാം ആരാണ് വൃത്തിയാക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പുറം രാജ്യങ്ങളിൽ ഇത് ചെയ്യുന്നതിന് പ്രത്യേക ടീം തന്നെ ഉണ്ടാവും. അവരാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. കൂടാതെ അവിടെ എന്തെങ്കിലും ബയോഹസാർഡ് വേസ്റ്റ്, അതായത് മനുഷ്യ ശരീരത്തിന് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രത്യേക സംഘം തന്നെ വന്ന് ശേഖരിച്ച് അവിടെ നിന്നും മാറ്റുന്നു. പോലീസിനും ഫോറൻസിക്കിനും വേണ്ട തെളിവുകളെല്ലാം അവർ ആദ്യം ശേഖരിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് വെറും ക്ലീനിങ് ജോലിയല്ലേ? അത് വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അതിബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ സിനിമ. അവളുടെ ബുദ്ധിശക്തിയും കഴിവും കൊണ്ട് പോലീസിനെ വട്ടം കറക്കുന്ന ഒരു കൊലപാതക പരമ്പരയുടെ ചുഴലഴിയുന്ന അതിമനോഹരമായ ഒരു ഹോളിവുഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. സ്വെപ്റ്റ് 2. 2015 ഹോളിവുഡിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ഫിലിം ടെല്ലർ. ചിത്രത്തിലെ ആദ്യ സീൻ കാണിക്കുന്നത് രാത്രി സമയം. ഒരു വലിയ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ലാറ്റിൽ ആരോ കരഞ്ഞു പറയുന്നുണ്ട്, വേണ്ട, എന്നെ വിട്ടേക്ക് പ്ലീസ് എന്നൊക്കെ. അപ്പോൾ തന്നെ ടക്ക് എന്ന ശബ്ദവും തോക്കിൽ നിന്ന് വെടിയുതിർക്കുന്നതിന്റെ വെളിച്ചവും കാണിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. നെക്സ്റ്റ് സീനിൽ അടുത്ത ദിവസം രാവിലെ ഒരു കാറിൽ വന്നിറങ്ങുന്നൊരു സ്ത്രീ. അതാണ് നമ്മുടെ കഥയിലെ നായിക. അവളാണ് ക്രൈം സീൻ ക്ലീൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞ ജോലിക്കാരി. കൂടെയുള്ളത് അവളുടെ അസിസ്റ്റന്റാണ്. അവൻ പുതുതായി ജോലിക്ക് വന്നതാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇന്നലെ വെടിവെപ്പ് നടന്ന നമ്മൾ കണ്ട അതേ ക്രൈം സീനാണത്. ഫോറൻസിക്കാർ അവർക്ക് വേണ്ട തെളിവുകളെല്ലാം കളക്ട് ചെയ്തതാണ്. ഇനി ബാക്കി ഇവരുടെ ക്ലീനിങ് ജോലിയാണുള്ളത്. അതിനായി അവർ രണ്ടുപേരും ആ റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെ ആകെ രക്തം ചിതറി കിടക്കുകയാണ്. അവൾ അവിടം ആകെ ഒന്ന് നിരീക്ഷിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് അവിടെ കൊല നടത്തിയതെന്നും എന്തെല്ലാം നടന്നിരിക്കാമെന്നും അവൾ ചിന്തിക്കുന്നു. നടന്നതെല്ലാം ലൈവായി കാണുന്നത് പോലെ അവൾ മനസ്സിൽ കൊണ്ടുവരികയാണ്. ശരിക്കു പറഞ്ഞാൽ അത് അവളുടെ കഴിവ് തന്നെയാണ്. അവിടെ കണ്ട സാഹചര്യ തെളിവുകളും മറ്റു വസ്തുതകളും കണക്കിലെടുത്ത് അവൾ അനുമാനിക്കുന്ന കാര്യങ്ങൾ. ആ സമയം തന്നെയാണ് രണ്ട് ഡിറ്റക്റ്റീവ്സ് ആ സീനിലേക്ക് കടന്നു വരുന്നത്. അതിലൊരാൾ നമ്മുടെ നായകനും കൂടെ അയാളുടെ സഹപ്രവർത്തകനുമാണ്. കൂടെയുള്ള സഹപ്രവർത്തകൻ പറയുന്നു, ഓഹോ, നിങ്ങൾ ഞങ്ങൾക്ക് മുന്നേ പണി തുടങ്ങിയോ? ഞങ്ങളുടെ തെളിവെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പൊക്കോ, ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നും പറഞ്ഞ് നായികയെ പുറത്താക്കുന്നു. നായികയുടെ കൂടെ വന്ന അസിസ്റ്റന്റ് ചോരയും അതിന്റെ മണവുമെല്ലാം കണ്ട് അവന് ഛർദ്ദിക്കാൻ വരികയാണ്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പണി തുടങ്ങുന്നതിന് മുമ്പേ വാരി വലിച്ചു കഴിക്കരുത്, ഇങ്ങനെ പലതും ഉണ്ടാവുമെന്ന്. അപ്പോ നീ എന്താ പറഞ്ഞത്? ഇതെല്ലാം നിനക്കൊരു വലിയ മാറ്റർ അല്ല, വെറും സിമ്പിൾ അല്ലേ എന്ന്. ആ രക്തം കണ്ട എന്നെ പോലെ ഒരു പെണ്ണ് ഇവിടെ സിമ്പിളായി നിൽക്കുന്നു. നിന്നെ പോലെ ഒരു തടിമാടൻ അത് കണ്ട് പേടിച്ചോടുന്നു. എന്റെ പൊന്നെ ചേച്ചി, എനിക്ക് വയ്യ ഇനി ഇമാതിരി പണി ചെയ്യാൻ, എന്നെ വിട്ടേര്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും തടിയൂരുന്നു. ആ സമയം നമ്മുടെ നായകൻ റൂമിന് പുറത്തേക്ക് വന്ന് അവളോട് മാപ്പ് പറയുന്നു. കാരണം നായകന്റെ കൂടെയുള്ള ഡിറ്റക്റ്റീവ് അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്. ഏയ്, അത് സാരില്ല, ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളല്ലേ വലുത്. നിങ്ങൾക്ക് വേഗം കേസ് തെളിയിക്കണ്ടേ? വെടിവെപ്പൊക്കെ നടന്നതല്ലേ അവിടെ, അതുകൊണ്ട് തന്നെ കേസ് വേഗം തെളിയിക്കേണ്ടി വരും അല്ലേ എന്ന് ക്യാഷ്വലായി നായിക പറയുന്നു. അത് കേട്ട് ആശ്ചര്യപ്പെട്ടു പോയ നായകൻ, ആഹാ കൊള്ളാലോ, ഒരു 30 സെക്കൻഡ് തികച്ച് അവിടെ നിന്ന് കാണില്ലല്ലോ, അപ്പോഴേക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയോ? അതെങ്ങനെയാ നിനക്ക് കൊലയാളി തോക്കുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലായത്? ഓ, അതാണോ വലിയ കാര്യം? എത്രയോ ക്രൈം സീൻ കണ്ടിട്ടുണ്ട്. രക്തം ആ ഭിത്തിയിൽ ചിതറിക്കിടക്കുന്നത് കണ്ടാലറിയാം. പിന്നെ അയാളുടെ കണ്ണട പൊട്ടിച്ചിതറി കിടക്കുന്നുണ്ട്. അപ്പോൾ തോക്ക് അയാളുടെ മുഖത്തോട് ചേർത്ത് വെച്ചാണ് നിറയൊഴിച്ചിരിക്കുന്നത്. വെറും 30 സെക്കൻഡ് അവിടെ നിന്നിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങളാള് കൊള്ളാലോ. എനിക്ക് ഇതുപോലെ കഴിവുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഇതെന്റെ ആദ്യത്തെ കൊലപാതക കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ കൊലയാളിയെ എനിക്ക് ഏത് വിധേനയും കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേര് നേടാൻ എനിക്ക് കഴിയൂ. അത് പറഞ്ഞു നിൽക്കുമ്പോൾ നായകന്റെ പാർട്ണർ അങ്ങോട്ട് വരുന്നു. വാ, നമുക്ക് പോകാം. ഓക്കെ, നിന്റെ ക്ലീനിങ് ജോലി നടക്കട്ടെ. നായിക വീട് വൃത്തിയാക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടത് ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അയാൾക്ക് മേയറുമായൊക്കെ പരിചയമുണ്ട്. അങ്ങനെ നായിക വൃത്തിയാക്കൽ പൂർത്തിയാക്കിയപ്പോൾ ആകെ അലങ്കോലമായി കിടന്നിരുന്ന ആ വീട് ഒരു പുതിയ വീട് പോലെ വളരെ ഭംഗിയായിരിക്കുന്നു. മറുവശത്ത് നടനും പാർട്ണറും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നായകന്റെ കൂട്ടുകാരൻ അവനോട് പറയുന്നു, എന്നാൽ ശരി, നീ പോയി കൊല്ലം നടന്ന തൊട്ടടുത്ത ഫ്ളാറ്റിലെ ആളുകളോട് വിവരങ്ങൾ ശേഖരിച്ചിട്ട് വാ.
നായകൻ ചിന്തിക്കുന്നു, എന്റെ പങ്കാളി ഒരു സാധാരണക്കാരനല്ല. അവൻ തനിയെ പേരെടുക്കുന്നതിന് വേണ്ടി അറിഞ്ഞ കാര്യങ്ങൾ ഒറ്റയ്ക്ക് പോയി മേലുദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യാനാണ് അവൻ എന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നത്. അത് മനസ്സിലാക്കിയ നായകൻ അവനെ ഒരു പുച്ഛഭാവത്തോടെ നോക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ എന്താണ് കേസിന്റെ ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുമ്പോൾ, മരിച്ചത് ഒരു വലിയ ബിസിനസ്സുകാരനാണ്. കൂടാതെ വായിൽ തോക്ക് കയറ്റി വെടിവെച്ചിട്ടാണ് കൊന്നിരിക്കുന്നത്. കൊലപാതകം നടന്ന സമയത്ത് അയാളുടെ വീട്ടിൽ നിന്നും ഒരു ക്ലാസിക്കൽ മ്യൂസിക് വലിയ ശബ്ദത്തിൽ കേട്ടിരുന്നു. ആ ശബ്ദം കാരണം തൊട്ടടുത്ത ഫ്ളാറ്റിലെ ആളുകൾ കംപ്ലൈന്റ് ചെയ്തിരുന്നു. അവർ വന്ന് കതകിൽ തട്ടിയിട്ടും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം നിന്നു. ഇരയുടെ ശരീരം പരിശോധിച്ചപ്പോൾ വലത്തെ കാലിന്റെ പാദത്തിൽ ഒരു ചെറിയ ദ്വാരത്തിൽ മുറിവുണ്ട്. കൂടാതെ വായിൽ കൂടി വെടിവെച്ചിട്ടുണ്ട്. അതാണ് മരണകാരണം. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, നോക്കൂ, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നെനിക്കറിയില്ല. എത്രയും വേഗം ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കണം. കാരണം മരിച്ചത് നമ്മുടെ മേയർക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. വളരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ബിസിനസ്സുകാരൻ. സോ എത്രയും വേഗം കണ്ടുപിടിച്ചാൽ അത് നിങ്ങളുടെ ജോലിക്ക് നല്ലത്. ഓക്കെ, നിങ്ങൾ പൊക്കോ. അടുത്ത സീനിൽ നമ്മുടെ നായിക സ്റ്റേഷനിലേക്ക് വരികയാണ്. അവർ വന്ന് പറയുന്നു, ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട തെളിവ് നൽകാൻ വന്നതാണെന്ന്. ഇത് വന്ന് പറയുന്നത് ഒരു ലേഡി സ്റ്റാഫിനോടാണ്. ഇത്രയും വലിയ തെളിവ് നിങ്ങൾ എങ്ങനെ മിസ് ചെയ്തു എന്ന് നമ്മുടെ നായകന്റെ പാർട്ണറായ ഡിറ്റക്റ്റീവിനോട് ആ ലേഡി ഓഫീസർ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ അവിടെയുള്ള ബാക്കി ജോലിക്കാർ നായകനെയും ഒത്തിരി കളിയാക്കുന്നു. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു തെളിവ് നിങ്ങളെങ്ങനെ മിസ് ചെയ്തു? വേണമെങ്കിൽ നിന്റെ ഇൻവെസ്റ്റിഗേഷൻ കോട്ട് ആ ക്ലീനിങ് ജോലിക്കാരിക്ക് കൊടുത്തേക്കൂ എന്നെല്ലാം പറയുന്നു. കഴിഞ്ഞ തവണയും ഇതുപോലെ എന്തോ ഒരു തെളിവ് ക്രൈം സീനിലെ ക്ലീനിങ് ജോലി ചെയ്യുന്ന ഈ പെണ്ണ് കണ്ടുപിടിച്ചു കൊണ്ട് തന്നതല്ലേ? അത് വെച്ചല്ലേ ആ കേസ് തെളിയിച്ചത്? എന്നിട്ട് നീ ഒറ്റയ്ക്ക് പേരെടുത്തില്ലേ? ഇപ്രാവശ്യം അത് തന്നെയാണോ പരിപാടി? ഇങ്ങനെയെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ, പാർട്ട്ണർ, എനിക്ക് നിങ്ങളുടെ ഒരു തെളിവും വേണ്ട, ഞാൻ സ്വന്തമായി കേസ് തെളിയിച്ചോളാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം നമ്മുടെ നായകൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശേഷം നായിക അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. റൂമിൽ തനിച്ചിരുന്നവൾ ഡേറ്റിംഗ് ആപ്പുകളെല്ലാം രജിസ്റ്റർ ചെയ്ത് ചുമ്മാ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ സിംഗിളായിട്ട് ഒത്തിരി നാളായി. ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ ആയതുകൊണ്ട് പറയേണ്ടതില്ലല്ലോ. അതിലേക്ക് കുറെ മെസ്സേജുകൾ അവൾക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതിലൊരു മെസ്സേജ് അവൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ആ മെസ്സേജ് അയച്ച ആളുമായി മീറ്റ് ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ആ നൈറ്റ് ഒരു ബാറിൽ വെച്ച് അവർ രണ്ടുപേരും മീറ്റ് ചെയ്തു. അവനെ കാണാൻ ഒരു പാവത്താനം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റായ സ്വഭാവമായിരിക്കണം അവനുള്ളത്. പക്ഷേ ഇവർ തമ്മിലൊട്ടും സെറ്റാകില്ല എന്ന് തോന്നുന്നു. കാരണം നായികയുടെ ജോലി ക്രൈം സീനും രക്തക്കറയും ആകെ എല്ലാം ഒരു രക്തമയമാണ്. വന്നവനാകട്ടെ കമ്പ്യൂട്ടറും കീബോർഡും ഡാറ്റയും എല്ലാം കൂടി ചേർന്ന് ഒരു ടെക് മയം. അവർ തമ്മിൽ സെറ്റാകില്ല. ഒരു പ്രണയവും വർക്കാകില്ല. ഓക്കെ, എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, ഒരു രാത്രി നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. നിങ്ങളത് കേട്ട് ഞെട്ടണ്ട, അതെല്ലാം അവിടെ സർവ്വസാധാരണമാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു രാത്രി ചെലവിടുന്നു. പിന്നെ രാവിലെ നമ്മുടെ നായിക ആദ്യം എഴുന്നേറ്റ് അവിടുന്ന് പയ്യെ പുറത്തു ചാടാൻ നോക്കുമ്പോൾ മറ്റവൻ പയ്യെ കണ്ണു തുറന്നു. ഹായ് സ്വീറ്റ് ഹാർട്ട്, നീ എവിടെയാ പോണേ എന്ന് ചോദിക്കുന്നു. എന്താടാ, ഇത് മാത്രാണോ പണി? എനിക്ക് വേറെ ജോലിയില്ലേ? നീ റെസ്റ്റ് എടുത്തോ, നമുക്ക് പിന്നെ കാണാം, ബായ് എന്ന് പറഞ്ഞ നായിക അവിടെ നിന്നും തടിയുരുന്നു. അങ്ങനെ നായിക അവളുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ നായകൻ അവളുടെ വീട്ടുപടിക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ നീ വന്നൊരു എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷൻ വന്നില്ലേ? അതെന്റെ പാർട്ട്ണർക്ക് വേണ്ടെങ്കിലും എനിക്കത് വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. ഓക്കെ, അതിനെന്താ? എനിക്കെന്തിനാ തെളിവ്? അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ശരിയെന്ന് പറഞ്ഞ് അവൾ അവനകത്തേക്ക് ക്ഷണിക്കുന്നു. എന്താടാ ഇത്, ലോകത്തുള്ള എല്ലാ വീടുകളും നല്ല സൂപ്പറായി ക്ലീനാക്കുന്ന ഇവരുടെ വീടെന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് നായകൻ ചിന്തിക്കുന്നു. ഞാനെന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഇവിടെ വന്ന കാര്യം നടക്കണം എന്ന് അയാൾ മനസ്സിൽ ചിന്തിക്കുന്നു. ദേ നോക്കി, ഇതാണ് എനിക്ക് അവിടെ നിന്നും കിട്ടിയത്. കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനായി നോക്കിയപ്പോ അതിനിടയിൽ നിന്നും കിട്ടിയതാണ്. ഒരു ഷാർപ്പായ മെറ്റലിന്റെ എന്തോ ഒന്നാണെന്ന് പറഞ്ഞ് അത് നടനെ കാണിക്കുന്നു. അതിൽ രക്തക്കറ ഉള്ളതുകൊണ്ട് തന്നെ ഇതുകൊണ്ടാവാം ഇരയുടെ വലത്തെ കാലിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത്. ആ കിട്ടിയ തെളിവുമായി നമ്മുടെ നായകൻ ലാബിലേക്ക് പോവുകയാണ്. അതവിടെ കൊടുത്തപ്പോൾ അവിടെ നിന്നും മറ്റൊരു പ്രധാന തെളിവ് നായകനോട് അവർ പറയുകയാണ്. അതിൽ ആരുടെയും കൈരേഖ പതിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഇര അത് ഡെയിലി കേൾക്കുന്ന കാസറ്റ് ആയിരുന്നുവെങ്കിൽ എന്തായാലും അയാളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈരേഖ അതിൽ പതിഞ്ഞിരിക്കണം. അതിൽ ഒന്നും തന്നെ പതിഞ്ഞിട്ടില്ല. അതിനർത്ഥം കില്ലർ കൊല ചെയ്യാനായി വന്ന സമയം കൊണ്ടുവന്ന കാസറ്റാണത്. കൊണ്ടുവന്ന കാസറ്റ് പ്ലേ ചെയ്യാൻ അറിയാവുന്നതാണെങ്കിൽ അയാൾക്കത് എടുത്തുകൊണ്ടുപോകാൻ അറിഞ്ഞിരിക്കുമല്ലോ. അത് തീർച്ചയായും അവിടെ മറന്നുവെച്ചതല്ല. അത് നമുക്ക് വേണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്.
അതിനർത്ഥം ആ കാസറ്റിനോ ആ പാട്ടിനോ എന്തോ ഒരു ബന്ധമുണ്ട് ഈ കൊലയുമായി എന്നതാണ്. ചിലപ്പോൾ ആ പാട്ടിന് പുറകെ പോയാൽ നമുക്കെന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് അയാൾ പറയുന്നു. അതിനാദ്യം ആ ക്ലാസിക്കൽ മ്യൂസിക് ആരാണ് പാടിയതെന്നറിയണ്ടേ? എന്നിട്ടാകാം ബാക്കി. ബാക്കിയുള്ള പോലീസുകാർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നടൻ ക്ലാസിക്കൽ സോങ് വളരെ ഉച്ചത്തിൽ അവിടെ പ്ലേ ചെയ്തു. എന്നിട്ട് പറയുന്നു, ഇതാരാണ് പാടിയതെന്ന് കണ്ടുപിടിച്ചു തന്നാലേ ഞാൻ ഈ പാട്ട് നിർത്തോളൂ. അതിനാണോ നീ കാണിക്കുന്നേ? നീ ഒരു മണ്ടനാണോ? നിന്റെ കൈ സ്മാർട്ട് ഫോണില്ലേ? ഞാനിപ്പോ കണ്ടുപിടിച്ചു തരാം ഇതാരുടേതാണെന്ന്. ഇങ്ങനെ പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ തന്റെ കയ്യിലിരുന്ന ഐഫോൺ എടുത്ത് ആ പാട്ട് കേൾപ്പിക്കുന്നു. എന്നിട്ട് ഐഫോണിലെ സിറിയയോട് അതിന്റെ വിവരങ്ങൾ ചോദിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ആ പാട്ടിലെ സകല ഡീറ്റെയിൽസും മൊബൈലിൽ നിന്നും കിട്ടുന്നു. അത് ആ മ്യൂസിഷ്യന്റെ പേര് പറയുന്നു. ഇപ്പോഴല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മ്യൂസിഷ്യനാണത്. അദ്ദേഹം രാജാവിന് വേണ്ടി കവിതകൾ എഴുതി അത് കമ്പോസ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായകൻ നേരെ നായികയുടെ അടുത്ത് പോയി അവളോട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഓരോന്നും പറഞ്ഞ് അവിടെ ഒരു ബാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ നായകൻ. അവിടെ വെച്ച് നായകൻ കാസറ്റിന്റെ കാര്യമെല്ലാം പറയുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ കൊലപാതകവുമായി കാസറ്റിന് എന്താ ബന്ധം? അതായത് കൊലയാളി ഇരയുടെ കാലിൽ ഒരു ചെറിയ ദ്വാരം അല്ലെങ്കിൽ മുറിവുണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംഗീതജ്ഞന്റെ കാലിലും മുറിവുണ്ടായിരുന്നു. ആ മുറിവ് കാരണമാണ് അയാൾ പണ്ട് മരണപ്പെട്ടത്. പണ്ട് കാലത്തെ സംഗീതജ്ഞർ സംഗീതം കമ്പോസ് ചെയ്യുമ്പോൾ മറ്റ് സംഗീതജ്ഞരും ഒരേ താളത്തിൽ വായിക്കുന്നതിനു വേണ്ടി ഒരേ ബേസ്ബോൾ ബാറ്റിന്റെ വലിപ്പത്തിലുള്ള ഒരു തടിക്കഷ്ണത്തിന്റെ അഗ്രഭാഗം കൂർപ്പിച്ച ഒരു വടി നിലത്ത് കുത്തി കുത്തി ഒരേ താളം പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സംഗീതജ്ഞൻ താളം പിടിക്കുന്ന സമയത്ത് അറിയാതെ സ്വന്തം കാലിൽ അതുകൊണ്ട് കുത്തി മുറിവേൽക്കുന്നു. അതിൽ നിന്നുമുണ്ടായ അണുബാധ കാരണമാണ് പിന്നീട് അയാൾ മരണപ്പെടുന്നത്. ഇവിടെയും നമുക്ക് ലഭിച്ച തെളിവിൽ അങ്ങനെയൊരു മൂർച്ചയുള്ള ഒരു വസ്തു ലഭിച്ചിരുന്നു. അതുപോലെ കൊലയാളി ഒരു വടി ഉപയോഗിച്ച് താൻ കൊന്ന ഇരയുടെ കാലിൽ ഒരു ദ്വാരമുണ്ടാക്കി. അപ്പോൾ വടിയിൽ അഗ്രഭാഗത്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു ലോഹക്കഷ്ണം ഇളകി വീണതാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഇതുകൊണ്ടെല്ലാം കില്ലർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതും പറഞ്ഞ് ആ സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്ത സീനിൽ കില്ലർ രണ്ടാമത്തെ ഇരയെ കൊല്ലുന്നതാണ്. ആദ്യത്തെ പോലെ തന്നെ വളരെ ഉച്ചത്തിൽ ആ ക്ലാസിക്കൽ സംഗീതം പ്ലേ ചെയ്യുന്നു. വലിയ ബാറ്റെടുത്ത് നിലത്ത് കുത്തി ശബ്ദമുണ്ടാക്കുന്നു. എന്നിട്ട് ആ ബാറ്റ് കൊണ്ട് രണ്ടാമത്തെ ഇരയുടെ കാലിൽ ഒരു മുറിവുണ്ടാക്കുന്നു. ഒരു തോക്കെടുത്ത് അവന്റെ വായിൽ വെച്ച് നിറയൊഴിക്കുന്നു. തല ചിന്നിച്ചിതറി രക്തം അവിടെ തെറിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്ത സീനിൽ നായകൻ നടിയെ കോൾ ചെയ്തിട്ട് അർജന്റായി എനിക്കൊരു ഹെൽപ്പ് വേണം, നീ ക്രൈം സീനിലേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയാണ്. അവൾ സീനിലേക്ക് വരുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇവിടെയെല്ലാം നീ ഒന്ന് നോക്കിയിട്ട് എന്താണ് നടന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. അത് കൊള്ളാലോ, ഫോറൻസിക് ടീം പറയാത്ത കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി തരണോ? നീ ഒന്ന് നോക്കൂ, എന്റെ ടീമിലുള്ളവർ എന്നെ എപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കുന്നു. അവരാരെന്നെ ഹെൽപ്പ് ചെയ്യില്ല. അതാടോ ഞാൻ തന്നോട് ഹെൽപ്പ് ചോദിച്ചത്. ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ. അങ്ങനെ ഒരുവിധം നായകൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ക്രൈം സീനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അല്ല, ഇതിപ്പോ ഇവിടെ കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്? മുമ്പത്തെ മർഡർ എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെയാണ് ഇതും നടന്നിരിക്കുന്നത്. അതേ പാറ്റേൺ. അപ്പോ കില്ലറും ഒരേയാൾ തന്നെയാവാനാണ് സാധ്യതയും. അപ്പോൾ നമ്മുടെ നായകന്റെ പാർട്ട്ണറായ ഡിറ്റക്റ്റീവ് അങ്ങോട്ട് വരുന്നു. അവനെ കളിയാക്കുന്നുണ്ട്. എന്താ സുഹൃത്തെ, ഞാൻ വിചാരിച്ചു ഞാനാണ് നിന്റെ പാർട്ട്ണറെന്ന്. ഇപ്പോ നിങ്ങളായോ പാർട്ട്നേഴ്സ്? നിങ്ങൾ രണ്ടുമാണോ കേസ് അന്വേഷിക്കുന്നത്? ഇതും പറഞ്ഞ് അവൻ കളിയാക്കുന്നു. അപ്പോൾ നായകൻ പറയുന്നു, നീ പാർട്ട്ണർ ആവുന്നതിനേക്കാൾ നല്ലത് ഇവളെന്റെ പാർട്ട്ണർ ആവുന്നതാണ്. കാരണം നീ എല്ലാം കുളമാക്കിയിട്ടേ ഉള്ളൂ എപ്പോഴും. ഇതും പറഞ്ഞ് അവൻ തിരിച്ചും മറ്റേ ഡിറ്റക്റ്റീവിനെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് നായകൻ സൂത്രത്തിൽ നായികയോട് ചോദിക്കുന്നു, നിനക്കെന്റെ പാർട്ട്ണർ ആയിക്കൂടെ എന്ന്. അടുത്ത സീൻ, ആ ഈവനിങ് അവർ രണ്ടുപേരും കൂടി ഒരു ബാറിലിരുന്ന് സംസാരിക്കുന്നു. അപ്പോഴാണ് അവർക്കിടയിലേക്ക് ഒരാൾ സംസാരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അത് വേറെ ആരുമല്ല, അന്ന് നായിക ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ഒരു രാത്രി ഡേറ്റ് ചെയ്ത അതേ ആൾ തന്നെയാണ്. അവൻ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഹലോ, അന്ന് മുങ്ങിയിട്ട് ദേ ആളെ ഇപ്പോഴാ കണ്ടുകിട്ടുന്നത്. ഞാൻ എത്ര തവണ വിളിച്ചു, എത്ര തവണ മെസ്സേജ് അയച്ചു, ഒരു റിപ്ലൈ കിട്ടിയില്ലല്ലോ. ഇതെല്ലാം പറഞ്ഞ് അവൻ അങ്ങോട്ട് നടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ നായകൻ അതെന്താ സംഭവമെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നല്ല, സംഭവബഹുലമായ ഒരു രാത്രിയുടെ കഥ മാത്രം. അവന്റെ കൂടെ ഒരു രാത്രി ഡേറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അവന്റെ സ്വഭാവം അത്രയ്ക്കങ്ങ് പറ്റിയില്ല. അതാ ഞാൻ ഒഴിവാക്കിയത്. എന്നാലും അവൻ ഫോണിൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ അതും ഇതുമെല്ലാം പറഞ്ഞ് അവിടെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
അവസാനം അവർ രണ്ടുപേരും ജോളിയായി പുറത്തിറങ്ങി പിരിയാനായി നിൽക്കുമ്പോൾ നായകൻ അവളെ ചുംബിക്കാനായി അറിയാതെ ചേർത്ത് പിടിക്കുന്നു. പക്ഷെ പെട്ടെന്ന് നായിക അതിൽ നിന്നും പിന്മാറുന്നു. നമ്മുടെ നായകൻ വല്ലാതെ ചമ്മി നാണിച്ചു നിന്നുകൊണ്ട് പറയുന്നു, ശരി ശരി, അറിയാതെ നടന്നാണ്. നടന്നത് നീയും മറന്നുകളാ, ഞാനും മറന്നു കളയുകയാണ്. ഓക്കെ ശരിയെന്നും പറഞ്ഞ് ഹീറോ പോകാൻ തുടങ്ങുമ്പോൾ അവൾ പറയുന്നു, സർ, എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. ഞാനത് പറയാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആദ്യം കൊല്ലപ്പെട്ടത് ഒരു വലിയ ബിസിനസ്സുകാരനല്ലേ? അതുപോലുള്ള ആളുകളാണ് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വിൽക്കുന്ന വലിയ സാധനങ്ങളും മറ്റും വാങ്ങുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിനായി അവർ പൈസ ഡൊണേറ്റ് ചെയ്യും. ഇവിടെ കില്ലർ സംഗീതത്തെ ഇതുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് മ്യൂസിക്കുമായി ആദ്യത്തെ ആൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഡൊണേഷനോ അയാൾ ചെയ്തിട്ടുണ്ടോ എന്നും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലും ലീഡ് കിട്ടിയാലോ? അടുത്ത ദിവസം ഹീറോ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുന്നു. അത് അവളുമായി ഷെയർ ചെയ്യുന്നു. സിംഫണി എന്ന് പറയില്ലേ, അതായത് ഒന്നിലധികം കലാകാരന്മാർ ചേർന്ന് ഒരു വലിയ സ്റ്റേജിൽ ചിട്ടപ്പെടുത്തിയ സംഗീതം പ്രദർശിപ്പിക്കുന്നത്. അതുപോലൊരു വലിയ സിംഫണി നടത്തുന്ന ഒരു വലിയ ഓഡിറ്റോറിയത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 15 വർഷത്തോളം ഈ കൊല്ലപ്പെട്ട വ്യക്തി ഉണ്ടായിരുന്നു. അതുകൂടാതെ ആദ്യത്തെ 5 വർഷത്തിൽ സിംഫണിയിൽ മ്യൂസിഷ്യനായി രണ്ടാമത് കൊല്ലപ്പെട്ട വ്യക്തിയും പ്രവർത്തിച്ചിരുന്നു. അതുതന്നെയാണ് അവർ തമ്മിലുള്ള കണക്ഷനും. പക്ഷേ എന്തിനാണ് അവരെ കൊല ചെയ്തതെന്ന് അറിയില്ല. നീ തന്ന ലീഡ് വെച്ച് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. നീ സൂപ്പറാണ്. ദൈവം നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നീ പറഞ്ഞതുപോലെ ഫസ്റ്റ് വിക്ടിമും സെക്കൻഡ് വിക്ടിമും ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവിടെ വെച്ച് ചിലപ്പോൾ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രൂരതയോ കഷ്ടപ്പാടോ അനുഭവിച്ച ആരെങ്കിലും തിരിച്ചു പ്രതികാരം ചെയ്യുന്നതായിരിക്കും. കാരണം അയാൾ അവിടെ 15 വർഷം ബോർഡ് ഓഫ് മെമ്പറായി പ്രവർത്തിച്ചിരുന്നില്ലേ? അപ്പോ ആ 15 വർഷത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. ഞാൻ ആ 15 വർഷം ആ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കാം. അത് വെച്ച് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ അതൊരു വലിയ ലിസ്റ്റായിരിക്കും. അത് വെച്ച് ഓരോരുത്തരുമായി ചെക്ക് ചെയ്യാൻ കുറെ നാൾ വേണ്ടിവരും. നിനക്കെന്നെ ഒന്ന് സഹായിച്ചൂടെ? നീ ഒന്ന് എന്റെ ഓഫീസിലേക്ക് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? അയ്യോ, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പണി ആര് ചെയ്യും അപ്പോ? നിനക്കിത് കഴിഞ്ഞ് ഞാൻ എത്ര വീട് വേണമെങ്കിലും ക്ലീൻ ചെയ്തു തരാം. ഇപ്പോ നീ എന്നെ ഒന്ന് സഹായിക്ക്. അങ്ങനെ ഒരുവിധം നായികയെ അവൻ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർ ലിസ്റ്റുകൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നായിക പറയുന്നു, ശരിയാണ്, നീ പറഞ്ഞതുപോലെ ഇത്ര വലിയ ലിസ്റ്റെല്ലാം ചെക്ക് ചെയ്തു വരാൻ ടൈം എടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്കൂട്ടത്തിൽ ആർക്കൊക്കെയാണോ മുമ്പ് എന്തെങ്കിലും കേസുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം റിലേറ്റഡ് വിവരങ്ങൾ കിട്ടുമോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് അവരിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിലൊരാളുടെ പേര് അവർക്ക് ലഭിക്കുന്നു. അയാളാണ് ഗ്യാരി. അവനെതിരെയുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തിന് മുമ്പ് എലിസബത്ത് എന്നു പേരുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചൊരു കേസുണ്ട്. ഇവൻ മാത്രമല്ല, ഇവന്റെ കൂടെ ഒരു 4 പേര് കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് ആ എലിസബത്തിനെ ക്രൂരമായാണ് പീഡിപ്പിച്ചത്. പീഡിപ്പിച്ചപ്പോഴെല്ലാം അവർ മുഖംമൂടിയും കയ്യുറയും എല്ലാം ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എലിസബത്തിന് പ്രതികളെ എല്ലാവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തെങ്കിലും ഗ്യാരിയാണത് ചെയ്തത് എന്നുള്ളതിന് സോളിഡായ ഒരു എവിഡൻസും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിട്ടു. 3 വർഷത്തിന് ശേഷം എലിസബത്ത് ആത്മഹത്യ ചെയ്തു. ഓക്കെ, ഇനി ആ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും റിവെഞ്ച് ചെയ്യുകയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നാളെ ആവട്ടെ എന്നും പറഞ്ഞ് അവർ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായകന് ക്യാപ്റ്റന്റെ അടുത്തു നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു താക്കീത് കിട്ടുന്നത്. ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും തന്നെ പ്രസ്സിലോ ജനങ്ങളിലേക്കോ എത്തരുത്. കാരണം ഇതൊരു സീരിയൽ കില്ലിംഗ് ആണെന്ന് മനസ്സിലാക്കിയാൽ ജനങ്ങൾ പാനിക്കാവും. അതുകൊണ്ട് നോക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് ക്യാപ്റ്റൻ പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ ഈ വിവരങ്ങളെല്ലാം തന്നെ പ്രസിന് ലഭിച്ചിരിക്കുന്നു. അവർ പത്രത്തിൽ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കാണിച്ച് ക്യാപ്റ്റൻ ഡിറ്റക്റ്റീവിനെ ഒത്തിരി ശകാരിക്കുന്നുണ്ട്. ഇതെന്ത് കേസാടാ, തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങളാണല്ലോ എന്ന് നായകൻ ചിന്തിക്കുന്നു. ആദ്യം ഗ്യാരിയെ പോയി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് നേരെ ഗ്യാരിയുടെ അടുത്തേക്ക് പോവുകയാണ്. നേരെ അവന്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ അവിടെ ഗ്യാരി ഓൾറെഡി പേടിച്ചിരിക്കുകയാണ്. അവൻ അവിടെ CCTV എല്ലാം ഫിറ്റ് ചെയ്ത് സെക്യൂരിറ്റി കൂട്ടുന്നതിനുള്ള കാര്യങ്ങളിലാണ്. കൂടാതെ അവന്റെ ഭാര്യയും കുട്ടികളും അവിടെയില്ല. അവർ വേർപിരിഞ്ഞു പോയതാണ്. അവനോട് എലിസബത്തിന്റെ കേസിനെ കുറിച്ച് നായകൻ ചോദിക്കുന്നുണ്ട്. സർ, നിങ്ങളൊരു പോലീസാണ്. എന്തായാലും എലിസബത്തിന്റെ കേസ് ഫയൽ നോക്കിയിട്ടാവും നിങ്ങളിങ്ങോട്ട് വന്നത്. ആ കേസിൽ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിരപരാധിയാണെന്ന്. പിന്നെ എന്തിനാണ് സർ വന്ന് വീണ്ടും വീണ്ടും എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ കേസിൽ എനിക്ക് എന്തെങ്കിലും ശിക്ഷ ലഭിച്ചോ? അതിനർത്ഥം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ? അവളൊരു കള്ളിയാണ് സർ. അവൾ എൻ്റെ നിന്ന് പൈസ അടിക്കാൻ വേണ്ടി ഒരു കള്ളക്കേസ് കൊടുത്തതാണ്.
ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. അതുകൊണ്ട് റിലീസായി. ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാണ്? ഓക്കെ ശരി. നിങ്ങൾക്ക് ആ ഓഡിറ്റോറിയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? സർ, ഞാൻ പണ്ടെങ്ങും അവിടെ വർക്ക് ചെയ്തതാണ്. എനിക്കിപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന ആരോടും ഒരു പരിചയവും ഇല്ല. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ ലോയറോട് സംസാരിക്കൂ. അതാവും നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ പറഞ്ഞവർ രണ്ടുപേരെയും അവിടുന്ന് ഗ്യാരി പറഞ്ഞുവിടുന്നു. നമ്മുടെ നായകനും നായികയ്ക്കും ഗ്യാരിയെ അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല. അവർ നേരെ പോയി അവരുടെ കാറിലിരുന്ന് ഗ്യാരിയെ വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഗ്യാരി ഡോർ ലോക്ക് ചെയ്ത് കാറെടുത്ത് വെളിയിലേക്ക് പോകുന്നു. ഉടൻ തന്നെ നമ്മുടെ നായകനും നായികയും ഗ്യാരിയെ ഫോളോ ചെയ്യുന്നു. ഗ്യാരി പോയി നിൽക്കുന്നത് ഓഡിറ്റോറിയത്തിന് മുന്നിലാണ്. അയാൾ അങ്ങോട്ടേക്ക് കയറിപ്പോയി അവിടെ ഇരിക്കുന്ന ഒരു മ്യൂസീഷ്യനുമായി സംസാരിക്കുന്നു. അവന്റെ പേരാണ് ആഡം. ആഡം, എന്നെ പോലീസെല്ലാം വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. എനിക്കാകെ പേടിയാകുന്നു എന്ന് പറഞ്ഞ് തീരും മുമ്പ് നമ്മുടെ ഹീറോ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മൈ ഡിയർ മണ്ടൻ ഫ്രണ്ട്, നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഈ ഓഡിറ്റോറിയവുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ല, ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആരുമായിട്ടും ഒരു പരിചയവുമില്ല എന്ന്. എന്നിട്ടിപ്പോ നീ ഇങ്ങോട്ടല്ലേ പോകുന്നത്? സർ, നിങ്ങളെല്ലാം ആരാണ് സർ? ആദം ചോദിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സാറേ. ഒരു സീരിയൽ കില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് എലിസബത്ത് എന്നൊരു പെണ്ണിനെ ഗ്യാരിയും അവന്റെ ഫ്രണ്ട്സും ചേർന്ന് പീഡിപ്പിച്ചിരുന്നു എന്നൊരു പഴയ കേസുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം എലിസബത്ത് ആത്മഹത്യ ചെയ്തു. അതിന്റെ പകാരോ തീർക്കുന്നത് പോലെയുണ്ട് ഇപ്പോഴീ നടക്കുന്ന കൊലപാതകങ്ങൾ. സർ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഈ ഗ്യാരിയുടെ കൂട്ടാളിയാണെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ചിലപ്പോൾ കില്ലർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ നിങ്ങളെയും തേടി വരും. ചിലപ്പോൾ ഗ്യാരി കഴിഞ്ഞാൽ നിങ്ങളാവും അവന്റെ അടുത്തീര. നിങ്ങൾ അന്ന് നടന്ന സത്യം എന്നോട് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കാൻ കഴിയും. എന്തു പറയുന്നു എന്ന് നായകൻ ചോദിക്കുമ്പോൾ ഗ്യാരിയും മാധവും തലതാഴ്ത്തിയിരിക്കുകയല്ലാതെ ഒരക്ഷരവും മിണ്ടുന്നില്ല. ശരി, എന്നാൽ നമുക്ക് ഭാഗ്യമുണ്ടേ കാണാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. അന്ന് രാത്രി ഹീറോയും ഹീറോയിനും ഒരുമിച്ച് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ വീണ്ടും നായികയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ സത്യം പറ, ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും സെൻസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നിന്നെ മുമ്പ് ആരെങ്കിലും കാര്യമായിട്ട് പറ്റിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നീ ഇങ്ങനെ എന്നോട് പെരുമാറില്ല. ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല. തങ്കപ്പെട്ട ഹൃദയാണ്. ഇവിടെ എന്റെ ഹൃദയത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാവൂ. നിനക്കെന്നെ വിശ്വസിക്കാം. അങ്ങനെയെല്ലാം നൈസായി പറഞ്ഞ് നായികയെ ഒരുവിധം വശത്താക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ആ രാത്രി ആസ്വദിച്ച് ചെലവഴിക്കുകയാണ്. പതിവ് പോലെ നായിക രാവിലെ നൈസായി എഴുന്നേറ്റ് അവിടെ നിന്നും സ്ഥലം വിടാൻ നോക്കുമ്പോൾ നടൻ കണ്ണു തുറന്നു. എവിടെ പോകുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോകാൻ, ജോലിക്ക് പോവുകയാണ്. തീർച്ചയായും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഒരു മുത്തവും കൊടുത്ത് അവൾ പോകുന്നു. അപ്പോഴാണ് ഒരു വലിയ ടെസ്റ്റ് നടക്കുന്നത്. ഗ്യാരിയുടെ വീടിന് വെളിയിൽ ആരോ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണെന്ന് എത്തി നോക്കുമ്പോൾ ഗ്യാരി കാണുന്നത് ഒരു പോലീസ് ബാഡ്ജുമായി നിൽക്കുന്ന ഒരു ലേഡി ഓഫീസറെയാണ്. നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, കതക് തുറക്ക് എന്നവൾ പറയുന്നു. കതക് തുറക്കുമ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ നായിക. ഇവൾ പോലീസും അല്ല, ഇവൾ ചോദ്യം ചെയ്യേണ്ട കാര്യവുമില്ല. അതുമാത്രമല്ല, ഇവൾക്ക് എവിടുന്ന് ഈ പോലീസ് ബാഡ്ജ് കിട്ടി എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ രീതിയൊന്നും ശരിയല്ല. കാരണം അവൾ നേരെ വന്ന് CD പ്ലെയറിൽ അതേ ക്ലാസിക്കൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നു. കൈ ഗ്ലൗസ് എല്ലാം ഇട്ട് അതേ കില്ലറുടെ പോലെ നിൽക്കുന്നു. എന്നിട്ട് അവൾ ഗ്യാരിയോട് ചോദിക്കുന്നു, എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ? കണ്ണും മിഴിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് ഗ്യാരി. എടി ഭയങ്കരി, നീയാണോ അത്? നീ ആ ഡിറ്റക്റ്റീവിന്റെ കൂടെ വന്നപ്പോഴേ ഞാൻ ചിന്തിച്ചതാണ് നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. നല്ല പരിചയമുള്ള മുഖമാണല്ലോ എന്ന്. അന്ന് നിന്റെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയതാണ് എനിക്ക്. സോറി. പറഞ്ഞ കേക്ക്. അറിയാതെ എങ്ങനെയോ പറ്റിപ്പോയതാണ്. ഇനിയൊന്നും ചെയ്യരുത്. ജീവനോടെ വിട്ടേക്ക് പ്ലീസ്. ഇതും പറഞ്ഞ് ഗ്യാരി കെഞ്ചുന്നു. ഗണ്ട് കാണിച്ച് പേടിപ്പിച്ച് ഗ്യാരിയിൽ നിന്നും ഒരു ലെറ്റർ എഴുതി വാങ്ങുന്നു. ഇത്ര പാവത്താനായിരുന്നിട്ട് നീ അന്ന് എന്നെന്തൊക്കെയാണ് ചെയ്തത്? ചത്ത് തുലയിട എന്ന് പറഞ്ഞ് അവൾ ഗ്യാരിയുടെ ദേഹത്തേക്ക് വെടിവെക്കുന്നു. എന്നിട്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് വാതിലടച്ച് അങ്ങോട്ടേക്ക് 4-5 തവണ വെടിവെക്കുന്നു. ഇത്രയെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നായിക ഒരു റെസ്റ്റോറന്റിൽ നായകന്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ ഹീറോ മരിച്ചുപോയ എലിസബത്തിന്റെ ഡീറ്റെയിൽസുകളെല്ലാം എടുക്കുന്നു. കൂടാതെ അതുപോലെ എന്തെങ്കിലും വേറെ കേസുണ്ടോ എന്ന് കൂടി അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പെണ്ണിന്റെ ഫോട്ടോ സഹിതം ഹീറോ അവളെ കാണിക്കുന്നു. അത് കണ്ടതും അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത വിഷമം അനുഭവപ്പെടുന്നു. അതിനിടയിൽ നായകന് ഇപ്പോൾ നടന്ന ഗ്യാരിയുടെ കൊലപാതകത്തെക്കുറിച്ച് കോൾ വന്നിരിക്കുന്നു. ഓക്കെ ശരി, എന്നാൽ ഞാനത് പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് നായിക പറയുന്നത്, ഒരു നിമിഷം നിന്റെ ബാഡ്ജ് എങ്ങനെയോ എന്റെ കയ്യിലായി പോയി. ഇന്നലെ രാത്രി നമ്മൾ ആട്ടവും പാട്ടവുമായി കെട്ടിമറിഞ്ഞതല്ലേ, എങ്ങനെയോ അത് എന്റെ ജാക്കറ്റിൽ വന്നു വിട്ടു. ഇതും പറഞ്ഞ് ആ പോലീസ് ബാഡ്ജ് തിരികെ കൊടുക്കുന്നു.
പിന്നെ നായകൻ നേരെ ക്രൈം സീനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയും വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. കില്ലർ ഗാരിയെ ബാത്റൂമിൽ അടച്ചിട്ടിട്ടാണല്ലോ വെടിവെച്ചത്. ആ സമയം അവൻ എങ്ങനെയോ അവിടെ ആദമെന്ന് തന്റെ ചോരയിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് നോട്ട് ചെയ്ത പോലീസുകാർക്ക് രണ്ട് കാര്യങ്ങളാണ് തോന്നിയത്. ഒന്നില്ലെങ്കിൽ ആദമായിരിക്കണം ഗാരിയെ വെടിവെച്ചത്. അത് പറയാനായി അവൻ ആദം എന്ന പേര് എഴുതിയതാണ് അവിടെ. അതല്ലെങ്കിൽ കില്ലറുടെ അടുത്ത ടാർഗറ്റ് ആദമാണ്. ഇത് പറയാനായി ചോര കൊണ്ട് അതെഴുതിയതായിരിക്കണം. പിന്നെ ഹീറോ നേരെ പോകുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ്. അവിടെ ആദത്തെ കണ്ട് സംസാരിക്കുകയാണ്. ആ നിമിഷം നമ്മുടെ നായിക അവിടെ ഒളിഞ്ഞു നിൽപ്പുണ്ട്. ഹീറോ ആദത്തോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറയുന്നു. ശരി, ഓക്കെ, ഞാനാണ് ഈ കെട്ടിടത്തിന്റെ ഇൻചാർജ്. എനിക്കങ്ങനെ പെട്ടെന്നിറങ്ങി വരാൻ പറ്റില്ല. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇതിന്റെ കീയെല്ലാം എടുക്കട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. തന്റെ കയ്യിലുള്ള ഒരു ഗൺ അവിടെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. കാരണം അതുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ അവർ സംശയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഹീറോ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ആദം കാര്യമായി ഒന്നും പറയുന്നില്ല. അങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഹീറോ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായിക അങ്ങോട്ട് വരുന്നത്. എന്തു പറ്റിയെന്ന് നായിക ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ആദം വായ തുറക്കുന്നില്ല, കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവനെ റിലീസ് ചെയ്യേണ്ടി വരും. പക്ഷെ കില്ലറുടെ അടുത്ത ടാർഗറ്റ് അവനാണെങ്കിൽ അത് നമുക്ക് വീണ്ടും പണിയാവും. ഓക്കെ, അവനെ റിലീസ് ചെയ്യുകയാണ്. നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാമോ? നമുക്ക് ആദ്യത്തെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാമെന്ന് ഹീറോ പറയുന്നു. ഓക്കെ, നിങ്ങളെങ്ങോട്ടാ? ഓഡിറ്റോറിയത്തിലേക്കല്ലേ പോകുന്നത്? ഞാൻ പുറകെ വരാമെന്ന് നായിക പറയുന്നുണ്ട്. ആദം നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി പോകുമ്പോൾ ഹീറോ ബാക്കിലായി കാറിൽ അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടകം തന്നെ നമ്മുടെ നായിക ഹീറോ അറിയാതെ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയിരുന്നു. ആദം വെച്ച തോക്ക് തിരികെ എടുക്കാൻ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ അവിടെ ആദത്തെ ആക്രമിക്കുന്നു. ഒരു ഇലക്ട്രിക് ഷോക്ക് മെഷീൻ ഉപയോഗിച്ച് ആദത്തെ ബോധം കെടുത്തുന്നു. പിന്നീട് ആദത്തിന് ബോധം വരുമ്പോൾ അവനെ ഒരു ചെയറിൽ നിർത്തി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. നീ ശരിക്കും ആരാണ്? നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്ന് ആദം ചോദിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? എന്തിനാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത്? അതെയോ, ശരിക്കും നിനക്കെന്നെ മനസ്സിലായില്ലേ? ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ, പിടികിട്ടും. നീ താരയാണോ? ആഹാ, മനസ്സിലായോ? ആ പേരെല്ലാം ഞാൻ മാറ്റി. ഞാനിപ്പോ യമനാണ്. നിങ്ങൾ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തിയ ആ പാവം 17 വയസ്സുകാരിയല്ല. നിന്റെ യമനാണ് ഞാൻ. ഇതുപോലെ നിങ്ങൾ എത്ര കുട്ടികളെ കഷ്ടപ്പെടുത്തി കാണും? അതിനെല്ലാം ഞാൻ പകരം ചോദിക്കാൻ പോവുകയാണ്. എന്താ ഇപ്പൊ നിന്റെ പ്ലാൻ? നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? എന്നിട്ട് ആത്മഹത്യയാണെന്ന് പറയാൻ വേണ്ടിയാണോ കെട്ടിത്തൂക്കാൻ പോകുന്നത്? നോക്കൂ, ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് ഇവിടെ ഒരു കൊച്ചു പയ്യൻ പോലും വിശ്വസിക്കില്ല. നീ എന്താ കരുതിയത് ഞാൻ അത്രയ്ക്കും പൊട്ടിയാണെന്നോ? ഇത്ര പ്ലാൻ ചെയ്ത് ഇതുവരെ നിന്റെ കൂടെയുള്ളവരെ തീർത്തു കഴിഞ്ഞു. എനിക്കിനി ബാക്കി ചെയ്യാൻ അറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ദേ ഈ തോക്ക് കണ്ടോ നീ? ഈ തോക്ക് കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരെല്ലാം തീർത്തത്. അതായത് മർഡർ വെപ്പൺ. അതിലിപ്പോൾ നിന്റെ കൈരേഖയാണ് പതിയാൻ പോകുന്നത് എന്നും പറഞ്ഞ് അവൾ അവന്റെ കൈരേഖ അതിൽ പതിപ്പിക്കുന്നുണ്ട്. പിന്നെ ദേ ഇത്, ഗ്യാരി മരിക്കുന്നതിന് മുമ്പായി ഞാൻ അവനെ വിരട്ടി എഴുതിപ്പിച്ച് വാങ്ങിയ കൺഫെഷൻ ലെറ്റർ കണ്ടോ നീ? 5 വർഷങ്ങൾക്ക് മുമ്പ് എലിസബത്തിനെ നിങ്ങളെല്ലാവരും കൂടി എന്തൊക്കെ ചെയ്തുവെന്നും ഗ്യാരിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനു ശേഷം അവൻ അതെല്ലാം ഓർത്ത് മനസ്താപപ്പെടുന്ന കാര്യം നിന്നോട് പറഞ്ഞെന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പോലീസിന്റെ പക്കൽ കുറ്റസമ്മതത്തിനായി പോവുകയെന്നും ഇതിലെഴുതിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ കുറ്റസമ്മതം നടത്തിയാൽ നിന്റെ പേരിലും ദോഷം വരുമെന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് അന്ന് ഗ്യാരിയോടൊപ്പം കൂടെ നിന്നിരുന്ന ബാക്കിയെല്ലാവരെയും നീ തന്നെ അന്വേഷിച്ച് പിടിച്ചു തീർത്തു കളഞ്ഞു എന്ന് ഞാൻ വരുത്തി തീർക്കും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? അല്ലടാ, ബാക്കിയുള്ളവരെല്ലാം ചാവുന്നതിന് മുമ്പ് എന്നോട് കെഞ്ചി അവരുടെ ജീവനു വേണ്ടി യാചിച്ചിരുന്നു. നീ മാത്രം എന്താ ഇങ്ങനെ കല്ലുപോലെ നിൽക്കുന്നത്? എടി കൊച്ചു പെണ്ണേ, നിന്നെ ഞാൻ അന്ന് എന്തൊക്കെ ചെയ്തു അത് നീ ഓർക്കുന്നുണ്ടോ? അപ്പോഴെല്ലാം നീ അനങ്ങാതെ തല താഴ്ത്തി പൂച്ചയെ പോലെ നിന്നിട്ടേയുള്ളൂ. ആ പെണ്ണാണോ ഇപ്പോൾ എന്റെ മുമ്പിൽ പുലിയായി എന്ന് പറയുന്നത്? അങ്ങനെ ഞാനിപ്പോ കെഞ്ചി നീ മനസ്സംതൃപ്തി കൊള്ളാമെന്ന് വിചാരിക്കണ്ട. നീ എനിക്കിപ്പോഴും വെറും പൂച്ച തന്നെയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് ആദം നടിയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അത് കേട്ടതും നടി അവന്റെ ചെയറിൽ ഒരു ചവിട്ട് കൊടുക്കുന്നു. ആദം കഴുത്തു മുറുകി മരിക്കുകയാണ്. ഉടൻ തന്നെ നടി എന്തോ കുറച്ച് പേപ്പറുകൾ അവിടെ കത്തിക്കുന്നുണ്ട്. അതിന്റെ പുക കൊണ്ട് അവിടെ ഫയർ അലാം അടിക്കുന്നു. ആ സൗണ്ട് കേട്ട് നമ്മുടെ നടൻ ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഓടി വരുമ്പോഴേക്കും ആദം മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. നമ്മുടെ ഹീറോയിൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം പക്കയായി നടന്നിരിക്കുന്നു. അടുത്ത ദിവസം വരുന്ന വാർത്ത എങ്ങനെയാണ്? ഈ മരിച്ച 4 പേരും പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി പല പീഡനങ്ങളും നടത്തിയിരുന്നു. പക്ഷേ അക്കൂട്ടത്തിലുള്ള ഗ്യാരിക്ക് പിന്നീട് മനസാന്തരം സംഭവിച്ച് പോലീസിൽ നടന്നതെല്ലാം റിപ്പോർട്ട് ചെയ്യുമെന്നായപ്പോൾ ആദം തന്റെ സൽപ്പേര് നശിക്കാതിരിക്കാനും പോലീസിൽ പിടിവീഴാതിരിക്കാനും തന്ത്രപരമായി ബാക്കിയുള്ളവരെയും കൊന്നിരിക്കുന്നു. പക്ഷെ അവസാനം താൻ പിടിക്കപ്പെടുമെന്ന അവസ്ഥയിലായപ്പോൾ സ്വയം ജീവനൊടുക്കിയിരിക്കുന്നു.
അതിനുവേണ്ട തെളിവുകളെല്ലാം പോലീസിനും ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ നായികയോട് പറയാനായി നമ്മുടെ ഹീറോ അവളുടെ വീട്ടിൽ വരുമ്പോൾ ആ വീട് പണ്ടത്തേതിൽ നിന്നും ആകെ മാറിയിരിക്കുന്നു. വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ വളരെ സന്തോഷിക്കുന്നു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ഹീറോയിനെ കാണാൻ ഒരു ലേഡി വന്നിരിക്കുന്നു. അത് മരിച്ചുപോയ ഗ്യാരിയുടെ ഭാര്യയാണ്. ഇനി അവൾ പറയുന്ന കാര്യങ്ങളാണ് ഹീറോയ്ക്ക് തല ചുറ്റുന്നത് പോലെ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. അവൾക്ക് ഭർത്താവിന് നല്ല സംശയമുള്ളത് കൊണ്ട് തന്നെ ഒരു ഹിഡൻ ക്യാമറ അയാളുടെ വീടിന് മുമ്പിൽ ഡോറിൽ ഘടിപ്പിച്ചിരുന്നു. ആ ക്യാമറയുമായാണ് അവൾ വന്നിരിക്കുന്നത്. അതിലെ ഫുട്ടേജ് നോക്കി കാണുമ്പോൾ ഗ്യാരിയെ ചോദ്യം ചെയ്യാനായി ഒരു ദിവസം ഹീറോയിനും കൂടി വരുന്നുണ്ട്. അത് അതിൽ കാണുന്നു. അതുകൂടാതെ ഗ്യാരി മരണപ്പെട്ട ദിവസവും ഒരു ലേഡി ആ ഡോറിലൂടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ ആ ലേഡിയുടെ മുഖം വ്യക്തമല്ല. എന്നാൽ ആ രൂപം കണ്ടപ്പോൾ തന്നെ നമ്മുടെ നടന് അത് നായികയാണെന്ന് മനസ്സിലാവുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ നേരെ നായികയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവൻ പറയുന്നു, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആദമല്ല ആ ബാക്കിയുള്ളവരെല്ലാം കൊന്നിരിക്കുന്നത്. ഈ 4 പേരുമായി എങ്ങനെയോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പെണ്ണാണ് കൊല നടത്തിയിരിക്കുന്നത്. അവൾ അവരോട് പ്രതികാരം ചെയ്തതാണ്. ഞാനൊരു പരിധിവരെ അവളുടെ അടുത്തെത്തിയിരിക്കുന്നു. നായിക പറയുന്നു, അപ്പോൾ അവളെ നിങ്ങൾക്ക് കിട്ടിയാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ? വേറെ എന്ത് ചെയ്യാൻ പറ്റും? അവൾ എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെങ്കിലും അവൾ 4 കൊലയല്ലേ ചെയ്തത്. അറസ്റ്റ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ലല്ലോ. നീ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നേ? അവന്മാര് മൂലം ആ പെണ്ണും മറ്റു പല പെണ്ണുങ്ങളും എന്തോരം അനുഭവിച്ചിരിക്കുന്നു. ദിവസവും ഉറങ്ങാതെ അതാലോചിച്ച് എത്ര നാൾ കഷ്ടപ്പെട്ട് ജീവിച്ചു. അവളോട് തന്നെ നീതി നടപ്പാക്കി. ഇപ്പോൾ സമാധാനമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന അവളെ വീണ്ടും നീ പീഡിപ്പിക്കാൻ പോവുകയാണോ? ജീവിതം മൊത്തം വിഷമിപ്പിക്കാൻ പോവുകയാണോ? ഇതെല്ലാം കേട്ട ഹീറോ എന്തോ പോലെയാകുന്നു. അവളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ കയ്യിൽ സോളിഡ് എവിഡൻസ് ഒന്നുമില്ല. ശരി, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. നടൻ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളന്ന് ആ പോലീസ് ബാഡ്ജ് തിരിച്ചേൽപ്പിച്ച സംഭവം ആലോചിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവളുടെ കൈരേഖ അതിൽ പതിഞ്ഞിരിക്കണം. അത് ചെക്ക് ചെയ്ത് അതുമായി എന്തെങ്കിലും മാച്ചിങ് ഉള്ള ഡീറ്റെയിൽസിന് വേണ്ടി ഡാറ്റാബേസിൽ പരത്തുന്നു. അതിന്റെ റിസൾട്ടായി മാച്ചാവുന്ന ഒരു ഫോട്ടോ വന്ന് ഹീറോയുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോൾ ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നു. അന്ന് സോർട്ട് ചെയ്ത കുറച്ച് പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ കേസുകളിൽ ഒരു പെണ്ണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അതേ ഫയൽ തന്നെയാണ് ഇതും. അപ്പോൾ യഥാർത്ഥത്തിൽ അവൾ കൊല്ലപ്പെട്ടിട്ടില്ല. അവൾ പേരും രൂപവും മാറ്റി ഇത്രനാൾ ജീവിച്ചു വരികയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ നായികയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു സാധനവും കാണുന്നില്ല. വീടെല്ലാം അവൾ കാലിയാക്കിയിട്ടിരിക്കുന്നു. അവൾ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്നും നാടുവിടുകയാണ്. ഉടൻ തന്നെ ഹീറോ അവളെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവൾ തൊട്ടടുത്ത് തന്നെയുള്ള പമ്പിൽ കാറിന് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഒരു ആംബുലൻസ് പാസ് ചെയ്തു പോകുന്നുണ്ട്. ആ ശബ്ദം ഹീറോ ഫോണിലൂടെ കേൾക്കുന്നു. അപ്പോൾ തന്നെ ആംബുലൻസ് ഹീറോയിന്റെ അടുത്തുകൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്. ഈ ശബ്ദം മനസ്സിലാക്കി ഹീറോ ആ ആംബുലൻസ് വന്ന ദിശയിലേക്ക് ഓടുന്നു. അങ്ങനെ നായികയെ അവൻ കാണുന്നു. പക്ഷേ അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല. അതിനു പകരം അവളോട് ചോദിക്കുന്നുണ്ട്, പറ പെണ്ണേ, അവർ നിന്നോട് എന്താ ചെയ്തത്? 4 പേരെ നീ കൊല ചെയ്യണമെന്ന അവസ്ഥയിലെത്തണമെങ്കിൽ അവർ നിന്നോട് എന്തോ വലുതായി ചെയ്തിരിക്കണം. നീ എന്നോട് പറയല്ല. അങ്ങനെ ഹീറോയിൻ അവളുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു പാവപ്പെട്ട ഫാമിലിയിലാണ് ഹീറോയിൻ ജനിച്ചത്. ചെറുപ്പം മുതലേ കഷ്ടതകളായിരുന്നു. അങ്ങനെ അനാഥമായി അലഞ്ഞു തിരിഞ്ഞ ആ ബാല്യത്തിൽ റോഡിനരികിൽ നിന്നിരുന്ന ഹീറോയിനെ ഗ്യാരി വന്ന് പിക്കപ്പ് ചെയ്യുന്നു. ഗ്യാരി അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ഓഡിറ്റോറിയത്തിലേക്കാണ്. അവിടെ വെച്ച് അവൻ അവളുടെ കൈകൾ കെട്ടി അവളെ പീഡിപ്പിക്കുന്നു. അവന് വേണ്ടതെല്ലാം ചെയ്യുന്നു. അവൻ മാത്രമല്ല, മറ്റു 3 പേരും കൂടി അവളെ പീഡിപ്പിക്കുന്നു. അവളുടെ ശബ്ദം വെളിയിൽ കേൾക്കാതിരിക്കാനായി ക്ലാസിക്കൽ സംഗീതം പ്ലേ ചെയ്യുന്നു. അവളെ അങ്ങനെ പീഡിപ്പിക്കുന്നു. ഒരാളല്ല, 4 ആളുകൾ. ഒരു ദിവസമല്ല, പല ദിവസങ്ങളും മാസങ്ങളും. അങ്ങനെ ഒരു ദിവസം ആദ്യം കൊല്ലപ്പെട്ട ആ ബിസിനസ്സുകാരൻ അവൻ അവളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് മറ്റു 3 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ അവസരം മനസ്സിലാക്കിയ നമ്മുടെ നടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ലുകുപ്പിയെടുത്ത് അയാളുടെ മുഖത്തടിക്കുന്നു. അങ്ങനെ അയാളുടെ മുഖം പൊട്ടി ചോര വരുന്നു. ആ സമയം അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇവർ വീണ്ടും അവളെ തേടി വരുമോ എന്ന ഭയത്തിലാണ് അവൾ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ പേരും രൂപവും നാടുമെല്ലാം മാറി അവൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെ വിഷമിച്ച് ജീവിക്കുമ്പോഴാണ് തന്നെ പീഡിപ്പിച്ച ആ ദുഷ്ടൻ, അതായത് ആ വലിയ ബിസിനസ്സുകാരൻ, വളർന്നു പന്തലിച്ച് മേയറുടെ വരെ ഫ്രണ്ടായിരിക്കുന്നു. നല്ലവനെ പോലെ പല ഇന്റർവ്യൂകളും പ്രത്യക്ഷപ്പെടുന്നു. അന്ന് പീഡിപ്പിച്ച വ്യക്തികളുടെ മുഖങ്ങളിൽ അവൾക്ക് അവന്റെ മുഖം മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത താൻ ഇത്രയും വിഷമിച്ച് ഈ നരകജീവിതം ജീവിക്കുകയാണ്. ഇത്രയും ക്രൂരത തന്നോട് ചെയ്ത ഈ ദുഷ്ടന്മാർ ചിരിച്ച് ജീവിതം ആസ്വദിക്കുകയാണ്. അത് പാടില്ല.
അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്ന് തീരുമാനിച്ചു ഹീറോയിൻ. അങ്ങനെ അവരെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. അവരെ 4 പേരെയും കൊന്നിട്ട് ഈ വിവരങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ കൊല്ലപ്പെട്ട അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയൂ. അതിനിടയിലാണ് ഹീറോയ്ക്കും ഹീറോയിനും ലവ് സ്റ്റാർട്ടായത്. കേസ് കണ്ടുപിടിച്ചാൽ ഹീറോയ്ക്ക് ജോലിയിൽ തുടരാനാകൂ എന്ന അവസ്ഥ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഹീറോയിൻ അവനെ സഹായിക്കുകയായിരുന്നു. അതായത് ഞാൻ വിചാരിച്ചതുപോലെയും നടക്കണം, ഹീറോയ്ക്ക് ജോലിയും പോകാതെ ഇരിക്കണം. അതിനുവേണ്ടിയാണ് ഇടയ്ക്ക് വെച്ച് ഹീറോയിൻ പ്ലാൻ ചേഞ്ച് ചെയ്തത്. നമ്മളും വിചാരിച്ചില്ലേ ഗ്യാരിയെ കൊന്നപ്പോ അവനാണ് അവന്റെ രക്തത്തിൽ ആദമെന്ന് എഴുതി വെച്ചതെന്ന്. യഥാർത്ഥത്തിൽ പോലീസിനെ ആദമിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ നായിക തന്നെ അവിടെ അങ്ങനെ എഴുതി വെച്ചതാണ്. എന്നാൽ മാത്രമേ പോലീസ് ആദമിന്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. എന്നിട്ട് ആദം കുറ്റവാളിയാണെന്ന് സൃഷ്ടിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കൊലയുടെ ഉത്തരവാദിത്വം കൂടി അവന്റെ തലയിൽ കൊടുത്തിട്ട് അവനെ ആത്മഹത്യക്ക് വിട്ട പോലെ ആക്കണം. അപ്പോൾ മാത്രമേ കേസ് പൂർണ്ണമാവുകയുള്ളൂ. ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തത് നമ്മുടെ നായിക തന്നെയാണ്. എല്ലാം നമ്മുടെ നായകന്റെ നല്ലതിനു വേണ്ടി. പ്രസ്സിൽ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തതും നായിക തന്നെ. ഇപ്പോൾ നിനക്ക് ഞാനാണ് കുറ്റവാളിയെന്ന് മനസ്സിലായി കഴിഞ്ഞു. എത്ര പറഞ്ഞാലും നിന്റെ പോലീസ് ബുദ്ധിയിൽ നിനക്കെന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഒറ്റപ്പെട്ട എന്റെ ജീവിതത്തിൽ നിന്നെ മാത്രമാണ് ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്. ഒരു ദിവസത്തിൽ കൂടുതൽ നിന്നോടുകൂടെ മാത്രമാണ് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. ഇപ്പോഴുള്ളതുപോലെ തന്നെ നമ്മുടെ ആ ഓർമ്മകളും ബന്ധങ്ങളും എപ്പോഴും നിലനിൽക്കട്ടെ. ഇതിനിടയിൽ ഞാൻ കൊലയാളി, നീ പോലീസ് എന്ന വേർതിരിവ് വേണ്ട. എപ്പോഴെങ്കിലും നീ എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാം. ആ നാളിനു വേണ്ടി ഞാൻ കാത്തിരിക്കാം. ഇപ്പോൾ ഞാൻ പോവുകയാണ്. ബൈ, ഐ ലവ് യു. ഇതും പറഞ്ഞ ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ദൂരെ നായകനെ കാണിക്കുന്നുണ്ട്. അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. അതോടെ ഈ സിനിമ അവിടെ അവസാനിക്കുന്നു. ഈ സിനിമ ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു നല്ല സിനിമയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.